ഹലോ ഡിയേഴ്സ്, ഒരു സിമ്പിൾ ഈസ്റ്റർ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അത്യാവശ്യം കേക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ പാതിര കുർബാനയും വീട്ടിലത് പണികളും കേക്കൊക്കെ ആയിട്ട് എന്താ പറയുക, മൊത്തത്തിലൊരു ജഗവകയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം അതിഥികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെല്ലാം മാനേജ് ചെയ്യും, അതങ്ങനെയാണല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ കൊടുക്കാനുണ്ടായിരുന്നത് ഒരു 2 ടയർ കേക്കാണ്. അത് വൈറ്റ് ഫോറസ്റ്റ് തീമിലാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത്. കസ്റ്റമർ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ തന്നേക്കുന്നത്. ഫോണ്ടൻ വർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും എന്താ പറയുക, ഒരു വഴിക്കായി പോയാനേ. പക്ഷേ ഇത് ഫോണ്ടൻ വർക്കൊന്നുമില്ല. ആ ഒരു കളർ തീമും കാര്യങ്ങളും അതിലത്തെ ആ ഒരു ഗോൾഡൻ വർക്കൊക്കെയാണ് ആ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം സമയം എടുത്തു ഇത് ചെയ്യാനായിട്ട്. ഇവാപ്പറേറ്റ്സും നമ്മളുടെ ഗോൾഡൻ ഡസ്റ്റും കൂടിയിട്ട് മിക്സ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ നോർമൽ ഗോൾഡൻ ട്രിപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മളുടെ ഗോൾഡൻ ട്രിപ്പ് കുറച്ചുകൂടെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളത് വാട്ടർ ചേർത്താലും ചിലപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോൾഡൻ ഡസ്റ്റ് തന്നെ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ ഗോൾഡൻ സ്പ്രേ ആണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ കറക്റ്റ് ഒരു സെപ്പറേഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളത് സ്റ്റാക്ക് ചെയ്യുവാണ്. നന്നായിട്ട് സെറ്റായ കേക്കാണ് കേട്ടോ. അധികം ദൂരേക്കൊന്നും പോകാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ വേറെ നമ്മളുടെ താങ്ങ് സ്റ്റിക്ക് കൊടുക്കാതിരുന്നത്. സെൻറ്ററിൽ മാത്രം ഒറ്റ സ്റ്റിക്കേ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫുള്ളായിട്ട് ഗോൾഡൻ വർക്കായിരുന്നു. ബീഡ്സ് എഡിബിളും നോൺ എഡിബിളും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഫുൾ ഗോൾഡൻ ആൻഡ് ഗ്രീൻ യെല്ലോ ആ ഒരു തീമായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ടോപ്പറിനും കൂടി കുത്തി കൊടുത്തിട്ട് കേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ഫുഡ് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇത് എപ്പോഴും സ്പെഷ്യലാണ് കേട്ടോ. ഫിഷ് മോൾ എപ്പോഴും സ്പെഷ്യലാണ്. അതായത് വർഷത്തിൽ 2-3 തവണ മാത്രമാണ് വീട്ടിൽ ഫിഷ് മോൾ ഉണ്ടാക്കുന്നത്. ഈസ്റ്ററിന്, ക്രിസ്മസിന് അങ്ങനെയൊക്കെ മാത്രം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കസിൻസൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പുറത്തുള്ള ആൾക്കാരൊക്കെ മഞ്ചാടിക്കുരു ഇറക്കിക്കൊണ്ട് വന്നു. അതിനിടയ്ക്കാണ് ഞാൻ ഈ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർ നമ്മളുടെ ചുറ്റുമുണ്ട്. അവർക്കിങ്ങനെ എന്താ പറയുക, അത് കാണുമ്പോഴേക്കും ഒരു ഇങ്ങനെ എപ്പോഴും കാണുന്നതല്ല. അപ്പോൾ അവരെല്ലാവരും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ അങ്ങനെ അവരെ എടുക്കാമെന്നുള്ള രീതിയിലെടുത്തപ്പോൾ ഇതും കൂടി, നമ്മൾ സാധാരണ നമ്മളുടെ ഫേസ് ഒന്നും അങ്ങനെ എടുക്കാറില്ലല്ലോ, പക്ഷേ ഇതും കൂടി നമ്മളങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തു പോവുകയാണ്. ഇതൊരു 1 kg സ്ട്രോബെറി കേക്കായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഒരു 3 kg നമുക്ക് ബ്രൗണി ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ബ്രൗണി ആയിരുന്നു. അതൊരു 4 ബോക്സസിലാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 kgയുടെ 2 കേക്ക് ഉണ്ടായിരുന്നു. ഒരെണ്ണം വൈറ്റ് ഫോറസ്റ്റ് എന്തോ ആയിരുന്നു, ഒരെണ്ണം ചോക്ലേറ്റ് ആയിരുന്നു. സോറി, അത് മാംഗോ ആയിരുന്നു കേട്ടോ. അത് മാംഗോയും ഇത് ചോക്ലേറ്റും ആയിരുന്നു. 1/2 kg കേക്ക്. അപ്പോൾ അത് രണ്ടും സിമ്പിളായിട്ട് അങ്ങോട്ട് റെഡിയാക്കി. അപ്പം നമ്മളിതൊക്കെ മുറ പോലെ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം ദൂരേക്ക് പോകാനുള്ള ഒരു കേക്കായിരുന്നു. അധികം ദൂരമെന്ന് വെച്ചാൽ നല്ല ലോങ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി കൊടുത്തിട്ട് നമ്മൾ ആ കേക്കിൻ്റെ വർക്കിലേക്ക് കിടക്കുവാണ്. അപ്പോൾ അതിലിങ്ങനെ 2 ഫോൾട്ട് ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്രീനും ഉണ്ടായിരുന്നു, യെല്ലോയും ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായി പോയൊരു കേക്കാണ് കേട്ടോ. നമ്മളിതിൻ്റെ പ്രിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസമേ പ്രിൻ്റ് എടുത്തിട്ട് വെച്ചേക്കുവാണ്. കാരണം ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറ്റിയതുപോലെ വിഷുവിൻ്റെ അന്ന് പ്രിൻ്റ് കിട്ടാതിരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈസ്റ്ററിന് തലേ ദിവസം തന്നെ എടുത്തിട്ട് അവിടെ തന്നെ ഷോപ്പിൽ തന്നെ വെച്ചു കേട്ടോ. എന്ന് വെച്ചാൽ പോകാൻ ആ ഒരു സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തേക്കാണല്ലോ, അപ്പോൾ ഇന്ന് പോയി എടുക്കാമെന്ന് കരുതിയിട്ടിരിക്കുവാണ്. ചെന്നപ്പോഴേക്കും അവിടെ ഒരു മനുഷ്യനില്ല. അവർ മൂവാറ്റുപുഴയ്ക്ക് പോയേക്കുന്നു കേട്ടോ. അവരാണെങ്കിൽ വൈകിട്ട് 6:30 വരത്തുള്ളൂ. പ്രിൻ്റ് വന്നിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഭയങ്കര ടെൻഷനായിപ്പോയി. പിന്നെ അവർ വന്ന് ഓടിച്ച് പിടിച്ചാണ് നമ്മൾ പ്രിൻ്റ് കട്ട് ചെയ്ത് ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രിൻറ്റും കൂടി വെച്ചിട്ട് ആ ബാക്കി ചെയ്യാനുള്ള ഒരു ഫോണ്ടൻറ്റിൻ്റെ സംഭവം കൂടി വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ. പെട്ടെന്ന് ഡെലിവറി ചെയ്ത് കാരണം ഈ കുട്ടിപ്പട്ടാളങ്ങളത്തെ എല്ലാത്തിനെയും കൊണ്ടിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഈസ്റ്റർ ആയതുകൊണ്ട് നമ്മളങ്ങനെ സിനിമയ്ക്ക് പോവുകയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ കസിൻസുമായിട്ടൊക്കെ കൂടുമ്പോഴേക്കും എന്താ ഒരു പ്രത്യേക വൈബാണല്ലോ. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ജിംഖാനയ്ക്കാണ് കേട്ടോ പോയത്. അടിപൊളി മൂവി ആയിരുന്നു. ഫുൾ എന്താ പറയുക, ഭയങ്കര അടിപൊളി പടം. നമ്മളിങ്ങനെ ഇരുന്ന് കാണും കേട്ടോ.
ഇത്ര പെട്ടെന്ന് തീർന്നു എന്ന് നമ്മൾ വിചാരിക്കും. അത്രയും നമ്മൾ എൻഗേജ്ഡാക്കുന്ന ഒരു മൂവി ആയിരുന്നു. പിന്നെ ഞങ്ങളിതാ എല്ലാവരും 2 വീലറിനാണ്, ഞങ്ങൾ 8 പേര് 4 വണ്ടിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനിയും കാണാവേ.